ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. ബാങ്ക് ഓഹരികൾ, പ്രത്യേകിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ബാങ്കുകളുടെ ഓഹരി വിലകൾ, വിവിധ കാരണങ്ങളാൽ ഓഹരി വിപണിയിൽ ഇടിവ് സംഭവിക്കാം. 10 പ്രധാന കാരണങ്ങൾ ഇതാ. 1. മൊത്തത്തിലുള്ള ഓഹരി വിപണി തകർച്ച. മൊത്തത്തിലുള്ള ഓഹരി വിപണി തകർച്ച ബാങ്ക് ഓഹരികളെയും ബാധിച്ചു, വിലകളും ഇടിഞ്ഞ്. 2. വിദേശ നിക്ഷേപകരുടെ ഒഴുക്ക്. വിദേശ നിക്ഷേപകർ എഫ്ഐകൾ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിക്കുകയും ഓഹരി വിപണിയിൽ നിന്ന് പുറത്തുകടക്കുകയും ചെയ്തത് ഓഹരി വിലയിൽ ഇടിവിന് കാരണമായി. 3. ആഗോള സാമ്പത്തിക ഘടകങ്ങൾ. യുഎസ് തൊഴിൽ ഡാറ്റ പോലുള്ള ആഗോള ഘടകങ്ങൾ. എണ്ണവിലയിലെ വർധന. രൂപയുടെ മൂല്യത്തകർച്ച ഓഹരി വിപണി വികാരത്തെ ബാധിച്ചു. 4. ബാങ്കുകളുടെ സാമ്പത്തിക പ്രകടനം. ബാങ്കുകളുടെ ത്രൈമാസ സാമ്പത്തിക ഫലങ്ങൾ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ ഓഹരി വിലകൾ കുറഞ്ഞു. 5. മാക്രോ ഇക്കണോമിക് വെല്ലുവിളികൾ. പണപ്പെരുപ്പം പോലുള്ള ഘടകങ്ങൾ. പലിശ നിരക്കുകൾ. സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായി ബാങ്ക് ഓഹരികളെ ബാധിച്ചേക്കാം. 6. റെഗുലേറ്ററി മാറ്റങ്ങൾ. സർക്കാർ നയങ്ങൾ, നികുതി നിയമങ്ങൾ, സാമ്പത്തിക നിയന്ത്രണ മാറ്റങ്ങൾ ബാങ്കുകളുടെ ലാഭക്ഷമതയെയും ഷെയർ വിലകളെയും ബാധിക്കുന്നു. 7. വ്യവസായ വെല്ലുവിളികൾ. ബാങ്കിംഗ് മേഖലയിലെ മത്സരം, ഉപഭോക്തൃ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ മുതലായവ ബാങ്കുകളുടെ വരുമാനത്തെയും ഓഹരി വിലകളെയും ബാധിക്കുന്നു. 8. വിപണി വികാരം. സ്റ്റോക്ക് വിപണിയിലെ മൊത്തത്തിലുള്ള വികാരം, നിക്ഷേപക ആത്മവിശ്വാസക്കുറവ് മുതലായവ ഓഹരി വിലകൾ കുറയാൻ കാരണമാകുന്നു. 9. അന്താരാഷ്ട്ര സംഭവങ്ങൾ. ആഗോള രാഷ്ട്രീയം, സാമ്പത്തിക സംഭവങ്ങൾ, യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ മുതലായവ ഓഹരി വിപണിയെ ബാധിച്ചേക്കാം. 10. തീപിടുത്തം. നിക്ഷേപകരുടെ ഭയം അല്ലെങ്കിൽ ലാഭം സംരക്ഷിക്കുന്നതിനായി വലിയ അളവിൽ ഓഹരികൾ വിൽക്കുന്നത് ഷെയർ വിലകളിൽ പെട്ടെന്നുള്ള ഇടിവിന് കാരണമായി. ഈ ഘടകങ്ങൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി വിലയിൽ വർധനവ്. 10 പ്രധാന കാരണങ്ങൾ. 1. വിപണി സാഹചര്യവും സൂചികയും. മൊത്തത്തിലുള്ള ഓഹരി വിപണി ഉയരുമ്പോൾ അതിന്റെ ഭാഗമായി ബാങ്ക് ഓഹരികളും ഉയരും. പ്രത്യേകിച്ച് നിഫ്റ്റി ബാങ്കും സെൻസെക്സും ഉയരുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയും ഒട്ടും പിന്നിലല്ല. 2. നല്ല സാമ്പത്തിക ഫലങ്ങൾ. ബാങ്കിന്റെ ത്രൈമാസ, വാർഷിക സാമ്പത്തിക ഫലങ്ങൾ, അറ്റ ലാഭം, നിഷ്ക്രിയ ആസ്തി കുറവ്, വരുമാന വളർച്ച പ്രതീക്ഷകൾ കവിയുന്നുവെങ്കിൽ ഓഹരി വില ഉയരും. 3. നിഷ്ക്രിയ ആസ്തികൾ. വായ്പകൾ തിരിച്ചടക്കുമ്പോൾ ബാങ്കിന്റെ വരുമാനം വർദ്ധിക്കും. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 4. സർക്കാർ നയങ്ങളും പിന്തുണയും. പൊതുമേഖലാ ബാങ്കുകൾക്കുള്ള സർക്കാർ പിന്തുണ, സ്വകാര്യവൽക്കരണ പദ്ധതികൾ അല്ലെങ്കിൽ പുനർമൂലധനവൽക്കരണം പോലുള്ള പദ്ധതികൾ ബാങ്ക് സ്റ്റോക്കുകൾ വർദ്ധിപ്പിക്കും. 5. പലിശ നിരക്കിലെ വർധനവ്. RBI റിപ്പോ നിരക്ക് ഉയർന്നാൽ ബാങ്കുകളുടെ അറ്റ പലിശ വരുമാനം NII ഉയരും. ഇത് ഓഹരികളിൽ നല്ല സ്വാധീനം ചെലുത്തും. 6. നിക്ഷേപകരുടെ ആത്മവിശ്വാസം. സ്ഥാപന നിക്ഷേപകരും വിദേശ നിക്ഷേപകരും കൂടുതൽ ഓഹരികൾ വാങ്ങിയാൽ വില ഉയരും. 7. വളർച്ചാ പദ്ധതികളും വിപുലീകരണവും. ബാങ്കിന്റെ പുതിയ ശാഖകൾ, ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ, പുതിയ വായ്പാ പദ്ധതികൾ മുതലായവ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 8. ലയനങ്ങളും ഏറ്റെടുക്കലുകളും. ബാങ്ക് പുതിയ സഖ്യങ്ങളിൽ, ഫിൻടെക് സഹകരണം, ബിസിനസ് ടൈ അപ്പുകൾ ഏർപ്പെടുകയോ പുതിയൊരു കമ്പനി ഏറ്റെടുക്കുകയോ ചെയ്താൽ ഓഹരിക്ക് നേട്ടമുണ്ടാകും. 9. അന്താരാഷ്ട്ര വിപണിയും രൂപയുടെ മൂല്യവും. രൂപയുടെ മൂല്യം ഉയരുകയും അന്താരാഷ്ട്ര വിപണി നന്നായി പ്രവർത്തിക്കുകയും ചെയ്താൽ വിദേശ നിക്ഷേപം വർദ്ധിക്കും. ഇത് ബാങ്ക് ഓഹരികൾക്ക് ഉത്തേജനം നൽകും. 10. വില കുറഞ്ഞ സ്റ്റോക്ക്. വില കുറഞ്ഞ സ്റ്റോക്ക് വാങ്ങുമ്പോൾ വലിയ നിക്ഷേപകർ വാങ്ങാൻ തുടങ്ങിയാൽ വില വർദ്ധിക്കും. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി വില ഉയരുന്നതിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.